നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി ഫൈനൽ മത്സരം വളരെ ആകാംക്ഷയോടുകൂടി ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണല്ലോ നമ്മളൊക്കെ. എന്തും സംഭവിക്കാമെന്നുള്ളത് കൊണ്ട് ഒരു ഉദ്വേഗമുണ്ട്. ഒരല്പം വറീഡാണ് എന്ന് പറയുന്നതാവും ശരി. സംഗതി നമ്മുടെ ടീമിന് തന്നെയാണ് ആധിപത്യം. നമുക്ക് വളരെ ഫെമിലിയർ ആയൊരു കണ്ടീഷനിൽ നമ്മൾ കളിക്കാൻ ഇറങ്ങുന്നു. പക്ഷേ സെമി ഫൈനൽ പോലുള്ളൊരു മത്സരത്തിൽ വലിയ പ്രഷറുണ്ടാവും താരങ്ങൾക്ക്. ഒരൊറ്റ ദിവസത്തെ മോശം പ്രകടനം ടീം പുറത്തു പോവാനുള്ള സാധ്യതയും ഉണ്ടാക്കും. അപ്പം അതുകൊണ്ട് ഏറ്റവും കുറച്ച് എറേഴ്സ് ആര് വരുത്തുന്നുവോ അവരായിരിക്കും മുന്നോട്ട് പോവുക. നമ്മുടെ ടീമിന് കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിയട്ടെ. നമ്മൾ കളിക്ക് മുമ്പ് എന്തൊക്കെ തന്ത്രങ്ങളാണ് ഇവർ പ്രയോഗിക്കാൻ പോവുക എന്നുള്ളതൊന്ന് പരിശോധിച്ച് നോക്കുക. ഒരു ടാക്റ്റിക്കൽ റിവ്യൂ പോലെ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ അനാലിസിസും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് അവതരിപ്പിക്കുന്നതാണ്. ആദ്യം ഈ ഒരു പിച്ചിൻ്റെ സ്വഭാവം നമുക്കറിയാം. വാങ്കഡയിൽ സാധാരണ ഡ്യൂ ഉണ്ടാവാറുണ്ട് ഈ ഒരു സമയത്തൊക്കെ. മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ നമ്മൾ ഒരുപാട് IPL മത്സരങ്ങൾ അവിടെ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഡ്യൂ ഒരു വിഷയമായതുകൊണ്ട് തന്നെ പലപ്പോഴും ടോസ് ലഭിക്കുന്ന ടീമുകൾ രണ്ടാമത് ബാറ്റ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്, ചേസ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. എന്നാലിപ്പോൾ ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ നേരെ തിരിച്ചുള്ളൊരു ട്രെൻഡും കാണാം. 4 നൈറ്റ് ഗെയിംസ് അവിടെ നടന്നതിൽ 3 ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് വിജയിച്ചിട്ടുള്ളത്. മാത്രമല്ല സ്പിന്നിന് അനുകൂലമാണോ പേസിന് അനുകൂലമാണോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സർഫേസാണ് അവിടെ ഇതുവരെ ഓഫർ ചെയ്യപ്പെട്ടുള്ളത്. സീമേഴ്സ് 43 വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പിന്നേഴ്സ് 42 വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട്. സോ ഒപ്പത്തിനൊപ്പം എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. സീമേഴ്സിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 27-ഉം സ്പിന്നേഴ്സിൻ്റേത് 25.59-ഉമാണ്. ഏതായാലും ഇന്നത്തെ മത്സരത്തിലും ടോസ് ലഭിച്ചാൽ എന്ത് എന്നൊരു ചോദ്യമുണ്ട്. ഡ്യൂ ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ചേസ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് പറയേണ്ടി വരും. പിന്നെ ഓപ്പണിങ്, 2 ടീമിൻ്റെയും ഓപ്പണിങ്ങിന് ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്ക് അഭിഷേക് ശർമ്മ 3 തവണ ഡക്കാകുന്നത് കണ്ടു. പിന്നെ ഒരു 50 ഒക്കെ അടിച്ചു. പക്ഷേ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം വീണ്ടും 10 റൺസിന് മടങ്ങി. മറുഭാഗത്ത് ജോസ് ബട്ട്ലറുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. അദ്ദേഹം തുടരെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ കളിയിലേക്ക് വരുമ്പോൾ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ജോഫ്രെ ആർച്ചർ മറുഭാഗത്ത് പന്തെറിയാനുണ്ടാകും. ആർച്ചറെ സഞ്ജു സാംസണിന് നന്നായിട്ട് അറിയാവുന്നതാണ്. രാജസ്ഥാൻ റോയൽസിൽ ഒരുമിച്ചുണ്ടായിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞാലും നമുക്കറിയാം ഇന്ത്യയുടെ അതായത് ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു ഇംഗ്ലണ്ട് ടൂർ സമയത്ത് ഇവിടെ നമ്മൾ T20 മത്സരങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ആ T20 മത്സരങ്ങളിൽ സഞ്ജു സാംസണിനെ നന്നായിട്ട് ബുദ്ധിമുട്ടാക്കുന്ന ആർച്ചറെയാണ് നമ്മൾ കണ്ടത്. ആ ബൈലാറ്ററൽ സീരീസിൽ ആർച്ചർ 3 തവണ 23 പന്തുകളിൽ, അതായത് സഞ്ജു ആർച്ചറിൻ്റെ 23 പന്തുകളാണ് ഫേസ് ചെയ്തത്. അതിൽ 3 തവണ ഔട്ടായിട്ടുണ്ട്. അതിനുശേഷം സഞ്ജുവിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 18.13 എഗെയിൻസ്റ്റ് പേസ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ 15 ഡിസ്മിസലുകളിൽ 14 സീമേഴ്സിനെതിരെ കം ഓഫ് ഗുഡ് ലെങ്ത്ത് ഓർ ഷോർട്ടഡ് ഡെലിവറീസ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും ആർച്ചർ എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിനെതിരെ സഞ്ജു സാംസൺ ഏത് രൂപത്തിലായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് കൂടി നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒന്നാണ്. അതേസമയം ഇതേ ആർച്ചർക്കെതിരെ നമ്മുടെ മറ്റ് ബാറ്റർമാർ, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മയും പിന്നെ തിലക് വർമ്മയുമൊക്കെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യുന്നുമുണ്ട്. സോ ജോഫ്രെ ആർച്ചർ വേഴ്സസ് സഞ്ജു സാംസൺ എന്നുള്ളൊരു ചോദ്യമുണ്ട്. 23 പന്തുകൾ നേരിട്ടപ്പോൾ 25 റൺസ് അടിച്ച്, പക്ഷേ 3 തവണ ഔട്ടാവുന്ന ഒരു സ്ഥിതി ഇംഗ്ലണ്ട് ടൂർ ഓഫ് ഇന്ത്യയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്ന് പറയുമ്പോഴും അഭിഷേക് ശർമ്മയും തിലക് വർമ്മയും ആർച്ചറിനെതിരെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അഭിഷേക് 33 പന്തിൽ 61 റൺസ്. അതുപോലെ തന്നെ തിലക് വർമ്മയാവട്ടെ 16 പന്തിൽ 36 റൺസ്. 2 പേരെയും ഔട്ടാക്കാൻ ജോഫ്രെ ആർച്ചർക്ക് കഴിഞ്ഞിട്ടുമില്ല. അതിനർത്ഥം ഇന്ത്യ ഇപ്പോൾ ഓപ്പണിങ്ങിൽ നിന്ന് സഞ്ജുവിനെ മാറ്റി പരീക്ഷണങ്ങളിലേക്ക് പോകുമെന്നൊന്നുമല്ല. തീർച്ചയായിട്ടും സഞ്ജു സാംസൺ തന്നെ ഓപ്പൺ ചെയ്യും. ഈ ഒരു പ്രശ്നത്തെ അദ്ദേഹം ഇന്ന് നന്നായിട്ട് ടാക്കിൾ ചെയ്യും എന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷേ ഇംഗ്ലണ്ട് ഒരു ശ്രമം നടത്തും. സഞ്ജുവിനെ പുറത്താക്കാൻ ആർച്ചറെ വെച്ചുകൊണ്ടൊരു ശ്രമം നടത്തും. തുടക്കത്തിൽ വിക്കറ്റ് പോവുകയാണെങ്കിൽ
ഒരുപക്ഷേ തിലക് വർമ്മയെ ഇന്ത്യ പ്രൊമോട്ട് ചെയ്ത് നമ്പർ 3 വിടുമോ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. അത് കളിയുടെ സിറ്റുവേഷനൊക്കെ അനുസരിച്ചുള്ള ഒരു തീരുമാനം വരാനാണ് സാധ്യത. അതേസമയം മറുഭാഗത്ത് വിൽ ജാക്സ് ഓപ്പൺ ചെയ്യുമോ, പന്തെറിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. വിൽ ജാക്സ് ബൗളിംഗ് ഓപ്പൺ ചെയ്യുക എന്ന് പറയുമ്പോൾ സഞ്ജു സാംസൺ കുറച്ചുകൂടി നല്ല രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നോക്കുക, വിൽ ജാക്സ് തീർച്ചയായിട്ടും അഭിഷേക് ഒരു ഭാഗത്തുണ്ട്, ഇഷാൻ കിഷൻ നമ്പർ 3 വരുന്നുണ്ട്. അവർക്കെതിരെ നന്നായിട്ട് ബൗൾ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരിക്കും അദ്ദേഹത്തെ അവർ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പം ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഫോർ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മികച്ച രൂപത്തിൽ വിൽ ജാക്സ് പന്തെറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ ഏതാണ്ടൊരു ലോക്കൽ ബോയിയെ പോലെയാണ് വിൽ ജാക്സ് എന്ന് സാം കറൻ തമാശക്ക് പറഞ്ഞ് നമ്മൾ കണ്ടല്ലോ. ഇഷാൻ കിഷനെതിരെയൊക്കെ നല്ല രൂപത്തിൽ അന്ന് അദ്ദേഹം പന്തെറിഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താനുള്ളൊരു ശ്രമം സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പോൾ ഇന്ത്യ സൂര്യകുമാർ യാദവിനെ ജാക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പ്രൊമോട്ട് ചെയ്ത് നമ്പർ 3 വിടുമോ എന്നൊരു ചോദ്യമുണ്ട്. അതൊരു സാധ്യതയാണ്. പക്ഷേ സൂര്യയുടെ ബാറ്റിംഗ് നമ്പർ 4 നിന്ന് മാറ്റം വരുത്താൻ ഇന്ത്യ തയ്യാറാവുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ അധികം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക. ഏതായാലും ഇവിടെ വിൽ ജാക്സിനെതിരെ ഒരു പ്രൊആക്റ്റീവ്നെസ് എടുക്കുക സഞ്ജു സാംസൺ ആയിരിക്കും. സോ സഞ്ജു തിരിച്ചടിക്കാനുള്ളൊരു സാധ്യതയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. അതാണ് അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഇംഗ്ലണ്ടിൻ്റെ ഓപ്പണേഴ്സിൻ്റെ തന്നെയാണ്. അവർ അത്ര മികച്ച രൂപത്തിലുള്ളൊരു തുടക്കമല്ല ഈ ഒരു വേൾഡ് കപ്പിൽ ഉടനീളം അവർക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പം ജോസ് ബട്ട്ലറും ഫിൽ സാൾട്ടും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് സൂപ്പർ 8 എത്തിയിട്ടുള്ള ടീമുകൾ ഇപ്പോൾ സെമിയായി. പക്ഷേ സൂപ്പർ 8 കടന്ന ടീമുകളിൽ ഏറ്റവും വീക്കസ്റ്റ് ഓപ്പണിംഗ് പ്ലെയേഴ്സ് ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ടിനാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ദേ ഹാവ് ഫേസ്ഡ് ജസ്റ്റ് 137 ബോൾസ്. ഈ 137 പന്തുകളാണ് അവരൊരുമിച്ച് ഫേസ് ചെയ്ത് 187 റൺസാണ് ആ കളികളിൽ ആകെ അടിച്ചത്. അവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 12 റൺസ് പാർട്ട്ണർഷിപ്പാണ്. അതിൽ ഒരൊറ്റ പാർട്ട്ണർഷിപ്പ് പോലും 4 ഓവറിന് അപ്പുറത്തേക്ക് പോയിട്ടുമില്ല. അപ്പോൾ നമുക്ക് ഇംഗ്ലണ്ടിന് ഒരു ഷുവറായിട്ട് പവർ പ്ലേയിൽ ഓപ്പണർമാർ പൊളിഞ്ഞു പോകുന്നു, പിന്നെ ബാക്കി വിക്കറ്റുകൾ വീഴുന്നു എന്നൊരവസ്ഥയാണ് അവിടെ സംഭവിക്കുന്നത്. ബട്ട്ലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു തിരികെ വരൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബൂംറയ്ക്കെതിരെ ബട്ട്ലറുടെ ഒരു പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ 4 ഡിസ്മിസൽസ് ഇൻ 88 ബോൾസ് T20s അതാണ്. പക്ഷേ ബൂംറയ്ക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റും മോശമാണ്, 89.77 ആണ്. അതേസമയം അർഷ്ദീപിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം നോക്കുക, അതും അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഒന്നല്ല. എന്നാൽ മറുഭാഗത്ത് സാൾട്ടിൻ്റെ കാര്യത്തിൽ സാൾട്ടിനെ 4 തവണ 44 പന്തിൽ നിന്ന് അർഷ്ദീപ് മടക്കി വിട്ടിട്ടുണ്ട്. ഈ 4 ഡിസ്മിസൽസും വന്നിട്ടുള്ളത് ഷോർട്ട് ബോളിലൂടെയാണ്. സോ ബട്ട്ലർക്ക് അദ്ദേഹത്തിൻ്റെ ഫോം തിരികെ പിടിക്കേണ്ടതുണ്ട്. എന്നാൽ ഇന്ത്യക്ക് ഇവിടെ ഇപ്പുറത്ത് വെപ്പൺസും ഉണ്ട്. ഇംഗ്ലണ്ടിൻ്റെ ഓപ്പണേഴ്സിനെ പിടിക്കാനുള്ളൊരു ശ്രമം സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് വരും. അപ്പോൾ ഇംഗ്ലണ്ട് ഇന്ത്യൻ ബൗളിങ്ങിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ശിവൻ ദ്യൂബയെ കൊണ്ട് പന്തെറിയിക്കാൻ നിർബന്ധിതമാക്കുമോ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യ സൂപ്പർ 8 സ്റ്റേജിൽ മോശമല്ലാതെ റണ്ണ് കൺസീഡ് ചെയ്തിട്ടുണ്ട്. 187, 184, 195 ഈ രൂപത്തിലൊക്കെയാണ്. ബൂംറയും അർഷ്ദീപ് സിംഗും കൂടി 10 വിക്കറ്റുകളാണ് വിത്ത് ദി ന്യൂ ബോൾ എടുത്തിട്ടുള്ളത്. പക്ഷേ അക്സർ ഹാർദിക് 2 വിക്കറ്റുകളാണ് എടുത്തിട്ടുള്ളത് എന്ന കാര്യം കൂടി നോക്കുക. 19 ഓവറുകളിൽ നിന്ന് 9.26 ഇക്കണോമിയിലാണ് അവർ കൊടുത്തത്. വരുൺ ചക്രവർത്തി ശരിക്കും പറഞ്ഞാൽ ഈ സൂപ്പർ 8 സ്ട്രഗിൾ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ ആവറേജിങ് 40.66, ഇക്കണോമി 10.16 ഈ രൂപത്തിലാണ് സൂപ്പർ 8 അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. സോ സ്വാഭാവികമായിട്ടും ബാറ്റേഴ്സ് വരുൺ ചക്രവർത്തിക്കെതിരെ അദ്ദേഹത്തെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രീസിൽ ഡീപ്പായിട്ട് നിന്ന് കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട്. അദ്ദേഹത്തിൻ്റെ നേച്ചുറലായിട്ടുള്ള ഷോർട്ടർ ലെങ്ത്തുകൾ അവർ നല്ല രൂപത്തിൽ ഇപ്പോൾ റീഡ് ചെയ്യുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. സോ അതാണ് ഇന്നലെ ആ ഒരു പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൻ്റെ സമയത്ത് വരുൺ ചക്രവർത്തിയുടെ ബൗളിങ്ങിനെ കുറിച്ച് പ്രത്യേക ചോദ്യം മോണി മോർക്കലിനെ നേരിടേണ്ടി വന്നു. മോണി മോർക്കൽ പറഞ്ഞത് ഏത് ബോളിലും വിക്കറ്റ് എടുക്കാം എന്നുള്ളൊരു സ്ഥിതി ഉണ്ടാക്കുന്ന ആളാണ് വരുൺ ചക്രവർത്തി, അത്രയും സ്കിൽഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ആവലാതിയുടെയോ വേവലാതിയുടെയോ കാര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഇംഗ്ലണ്ട്
എങ്ങനെ ഇന്ത്യൻ ബൗളേഴ്സിനെ ഹാൻഡിൽ ചെയ്യും എന്നൊരു ചോദ്യം അവിടെ സ്വാഭാവികമായിട്ടും ഉയരുന്നുണ്ട്. അതേസമയം തന്നെ ഇംഗ്ലണ്ടിൻ്റെ സ്പിന്നേഴ്സ് ഇന്ത്യൻ കണ്ടീഷൻ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് ആദിൽ റഷീദായിരിക്കും അവരുടെ മെയിൻ മാൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ ബാറ്റേഴ്സിനെതിരെ അവർ ഉപയോഗിക്കാൻ പോകുന്നൊരു മെയിൻ മാന് ആദിൽ റഷീദ് തന്നെയായിരിക്കും. അപ്പോൾ ആദിൽ റഷീദ് ശ്രീലങ്കയിൽ ഈ ടൂർണമെൻറ്റിൽ മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. റൺ നന്നായിട്ട് കുറച്ച് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യൻ പിച്ചുകളിൽ അദ്ദേഹത്തിന് അതേ മികവ് തുടരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. എന്നാൽ നോക്കുക, വാങ്കഡയിൽ അദ്ദേഹം ഒരിക്കൽ 4 ഓവറിൽ 16 റൺസിന് 2 വിക്കറ്റ് എന്ന രൂപത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പന്തെറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി നോക്കുക. സോ റാഷിദ് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ബാറ്റർമാരെ ഒന്ന് ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ റണ്ണൊഴുക്ക് തടയാൻ വേണ്ടി അവർ ഉപയോഗപ്പെടുത്താൻ പോകുന്ന കളിക്കാരനാണ്. അപ്പോൾ റാഷിദ് ഇന്ത്യൻ ബാറ്റേഴ്സിനെതിരെയുള്ള ഇതുവരെയുള്ള കണക്കെടുത്താൽ സൂര്യകുമാർ യാദവ് 5 ഇന്നിങ്സിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ 30 പന്തിൽ നിന്ന് 53 റൺസ് അടിച്ചിട്ടുണ്ട്. അതായത് 176.66 സ്ട്രൈക്ക് റേറ്റിൽ. പക്ഷേ 2 തവണ ആദിൽ റഷീദ് അദ്ദേഹത്തിന് വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യ 9 ഇന്നിങ്സിൽ നിന്ന് 17 റൺസാണ് 27 പന്തുകൾ നേരിട്ട് എടുത്തിട്ടുള്ളത്. 62.96 സ്ട്രൈക്ക് റേറ്റ്. അഭിഷേക് ശർമ്മ 3 ഇന്നിങ്സിൽ നിന്ന് 62 റൺസ് 25 പന്തിൽ നിന്നാണത്. 248 സ്ട്രൈക്ക് റേറ്റിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ 3 തവണ ഔട്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. തിലക് വർമ്മ 4 കളികളിൽ നിന്ന് 15 റൺസാണ് 22 പന്തുകളിൽ നിന്ന്. 68.18 മാത്രമാണ് സ്ട്രൈക്ക് റേറ്റ്. അപ്പം ഇത് വളരെ കൃത്യമാണ്. അദ്ദേഹത്തിന് ചില ഘട്ടങ്ങളിൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് മേൽ ഒരു പിടി അല്ലെങ്കിൽ റണ്ണൊഴുക്ക് തടയാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നുണ്ട്. സോ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ഇന്ന് തുടരാനുള്ളൊരു ശ്രമം ഇംഗ്ലണ്ട് നടത്തും എന്നുള്ള കാര്യവും വ്യക്തമാണ്. ഇനി അക്സർ പട്ടേലിനെ ഇന്ത്യ എങ്ങനെയായിരിക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഡിഫെൻസീവായിട്ടാണോ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും പവർ പ്ലേയിൽ വരുൺ ചക്രവർത്തിയെ അങ്ങനെ ഇറക്കാൻ ഒരുപക്ഷെ ഇന്ത്യ തയ്യാറായേക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ ഓവറിൽ റണ്ണൊഴുക്ക് വരാതിരിക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും വളരെ ക്രൂഷ്യലായതുകൊണ്ട് ഒരു പക്ഷേ ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ ഇറക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അക്സർ പട്ടേൽ ഒരു ഡിഫെൻസീവായിട്ട് പന്തെറിയാൻ വേണ്ടി അക്സർ പട്ടേലിനെ ഇന്ത്യ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഏതായാലും തന്ത്രങ്ങളും മറുതന്ത്രങ്ങളുമായിട്ട് ഇരു ടീമും തയ്യാറാണ്. 2 ടീമിലും മാച്ച് വിന്നേഴ്സായിട്ടുള്ള ഒരു പിടി കളിക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം തീ വറക്കുമെന്നുറപ്പാണ്. പഴയകാല കണക്കുകളും സ്റ്റാറ്റിസ്റ്റിക്സുകളും ഒന്നും അത്ര പ്രാധാന്യമുള്ളതല്ല. ഇന്ന് കളിയിൽ ഈ തന്ത്രങ്ങളെ എങ്ങനെ മറുതന്ത്രം കൊണ്ട് പൊളിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഏതായാലും നമ്മുടെ കണ്ടീഷനിൽ നമുക്ക് നല്ല പരിചിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് വിജയിച്ച് കയറാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.